ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നധികം പറഞ്ഞു നിൽക്കലൊന്നുമില്ല. ലൈക്ക് ഇപ്പോൾ 5 ദിവസത്ത് കൂടുതലായി. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി എന്തായാലും കിടന്നുറങ്ങിയിട്ട് ഇനി പോവാം. മൈൻക്രാഫ്റ്റ് ഇങ്ങനെ തന്നെ. ഇപ്പോൾ എന്താ പണിയെടുക്കും മഴ പെയ്യൂ, എന്താ പണിക്ക് പോകുമ്പോൾ രാത്രി കഴിക്കൂ, അങ്ങനത്തെ ഓരോ കുഴപ്പങ്ങളുണ്ട് ഇപ്പോൾ മൈൻക്രാഫ്റ്റ്. ലൈക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത പോലെ മൈൻക്രാഫ്റ്റിന്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോണ്. ഇവിടെ ഒരു പെട്ടിക്കൂട് ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വില്ലേജസിനെ കൊണ്ടുവിടും. അതാണ് നമ്മൾ ട്രേഡിംഗ് ഹാള്. ഓക്കെ, എന്നിട്ട് ഇനി സാധനം ഇവിടെ ഉണ്ടാക്കണം. ഞാൻ അതാ ഇവിടെ കുറച്ച് ഏരിയ ഇതാക്കിയിട്ട് അതിനോണ്ട് ബാക്കി ഇനി ഈ സ്ഥലത്ത് അങ്ങ് ഉണ്ടാക്കാം. ഇതെന്തിനാ ഇപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മറ്റേ മെൻഡിങ് ബുക്ക് ഒപ്പിക്കണം. പിന്നെ എൻ്റെ ചില ആർമറല്ല ടൂൾസ് അതിലൊന്നും ആവശ്യത്തിനുള്ള എൻജോയ്മെൻറ്റ്സ് ഇല്ല. എനിക്ക് മറ്റേ സോഡയിൽ ലൂട്ടിങ് 3 ആണോ, എൻ്റെ സാധനമേ ഇല്ല. ഇതിപ്പോൾ എത്ര പോക്കുണ്ട് ഇനി? അത് 19 കേട്ടോ, അങ്ങനെ എന്താണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ എണ്ണി അങ്ങനെ എനിക്കത് ഓർമ്മയില്ല. ഞാൻ ഡബ് ചെയ്തുകൊണ്ട് നിൽക്കുക. കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ഒക്കെ വെച്ചിട്ട് നമുക്കത് ഒരു വീടാക്കണം. ഒരു പെട്ടിക്കൂടാക്കണം. പെട്ടിക്കൂട് കാരണം അത്ര പെട്ടിക്കൂടൊന്നും നയിക്കുമെന്ന് വിചാരിക്കുന്നു, ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മളെ നായ്ക്ക് പേരിടുന്ന കാര്യം ഞാൻ മറന്നിക്കില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഇടാം. അങ്ങനെ വീടുണ്ടായി കഴിഞ്ഞ് ഒക്കെ പെട്ടെന്ന് അതിന് അടിയിൽ ഇങ്ങനെ കുറേ സ്പേസ് ഉണ്ട്. ഇവിടെയുണ്ട് ലൈക്ക് 20 മുകളിൽ വില്ലേജസിന് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇനി വേണം നമുക്ക് അണ്ടർഗ്രൗണ്ട് വരെ സെറ്റാക്കാം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് റെയിൽ സെറ്റാക്കണം. അതിന് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ ചെയ്യണം എന്ന് ആരോടേക്കാണ്. ഞാൻ ഇപ്പോൾ മറ്റേ സുധീൻ്റെ പണ്ടത്തെ ലെറ്റ്സ് പ്ലേ ഇല്ലേ, അത് കണ്ടെത്തിരിക്കുകയില്ലേ ഇത്രയും നേരം പണി. പണ്ടത്തെ മറ്റേ എന്താ പറയുക, ഒരു ഗുഹേൻ്റെ അകത്ത് നിൽക്കണം ലെറ്റ്സ് പ്ലേ, അത് കണ്ടുത്തിരിക്കുകയാണ്. പിന്നെ ഞാനൊരു ടെക്സ്റ്റ് പാക്ക് ഇട്ട് ഗ്ലാസ്സിന്, പക്ഷെ ഇത് രസമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട്, ഇത്ര പോരാ. എന്തായാലും ആവട്ടെ, അപ്പം അങ്ങനെയൊക്കെ മതി. ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ റെയിൽ സെറ്റാക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യണം ആരോടേക്കാണ്. എന്താണ് അജാരി എനിക്ക് മൊത്തം വന്നിരിക്കണം, ഓരോ വേറെ പണി. ഇനി നമുക്ക് ഇവിടെ അങ്ങ് അടയ്ക്കാം. എന്നിട്ട് ഇവിടെ ഈ വെള്ളം അടച്ചു കൊടുക്കാം. പിന്നെ ഓരവിടേക്ക് കയറുന്നോളൂ, വേറെ പണി. പിന്നെ പൊട്ടിച്ചു കൊടുത്താൽ പിന്നെ അങ്ങോട്ട് ഓടിക്കാം. ഇവിടെ ഇറക്കാം. എന്നിട്ട് ഇവിടെ ഒരു മതിൽ കെട്ടാം, എന്നിട്ട് വർക്ക് ചെയ്യുക. അത് ലാസ്റ്റ് ആ മതിലങ്ങ് പൊളിച്ചിട്ടാളാം. സ്ലാബ് വെക്കാം. ടോർച്ച് പൊട്ടിച്ചിട്ടാണ്. പിന്നെ അവിടെ തിരിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ മതിൽ കെട്ടിയത്. ഇതിൻ്റെ അകത്ത് ചെറിയ കുട്ടികളൊന്നും വന്നാൽ ചിലപ്പോൾ ഇനി റെഡി ആവില്ല. ഓക്കെ, നമ്മളങ്ങനെ അവിടെ വില്ലേജസിന് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ സെറ്റാക്കി കൊണ്ടുവരാനും തുടങ്ങിക്ക്. ഒക്കെ പെട്ടെന്ന് ഇനി ഒക്കെ കൂടി വെറുപ്പിടിച്ചിരിക്കുക. എന്തൊക്കെ കളി കളിക്കുക. ഞാൻ ഇത് ഈറ്റിങ്ങൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ അതിൽ 2-3 എണ്ണത്തിനെ കൊന്നാഞ്ഞി. പിന്നെ ഇവിടെ വർക്ക് സ്റ്റേഷൻ വെക്കുമ്പോൾ ഇവിടെ ഉള്ള വില്ലേജസ് ലിങ്ക് ആവണ്. അങ്ങനത്തെ ഓരോ സംഭവം ഉണ്ട് ഇനി. അപ്പോൾ ഞാൻ ഇവിടെ ലിങ്കായ വില്ലേജസിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഓരോ പ്രാന്ത പരിപാടി. അതങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിലുള്ള പവർ ഡ്രൈലൊക്കെ തീർന്ന് അങ്ങനെ ഞാൻ അതിന് മൈനിങ്ങിന് പോയി, ഗോൾഡിന് വേണ്ടിയിട്ട്. ഒരു ഗോൾഡ് ഫാമൊക്കെ ഒരു 20ാമത്തെ എപ്പിസോഡാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം. ഇനി കുറേ പണിയുണ്ട്. ഇനി ആ പട്ടി ഇവിടെ കയറിയോ? ഇവിടെ പക്ഷേ ട്രാപ്പ് ഡോർ വെച്ചിട്ടില്ല. ഞാൻ പോയി ട്രാപ്പ് ഡോർ എടുത്തു വരാം. വീട്ടിലുണ്ടാവണം, ഉണ്ടാവാണ്ടിരിക്കൂല.
അടിയിലെ സ്റ്റോറേജിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വരുന്നുള്ളൂ. ഇപ്പോഴും മുകളിൽ തന്നെ കൂടുതൽ സാധനങ്ങളുള്ളത്. ഇപ്പം താഴത്താണ് വേണ്ടാത്ത ബ്ലോക്കും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് കൊണ്ടുപോകും. ഒറ്റ ഒരു ട്രപ്പ് ഡോറുണ്ട്, നമുക്ക് എന്തായാലും കൊണ്ടുപോകാം. ലെഫ്റ്റ് അതെടുത്തേക്ക്. ഇതെന്തിനാക്കി എന്തെങ്കിലും അറിയാലോ, ട്രേഡ് ചെയ്യാൻ. ഇപ്പം നമ്മളൊരു ഉണ്ട്. പിന്നെ നമുക്ക് ഡയമണ്ട് ആർമർ മാറ്റിയിട്ട് നെതറൈറ്റൊക്കെ ആക്കണം. ആദ്യം പോയി ഡ്രാഗണെ കൊല്ലണല്ലേ നല്ലത്. ഡ്രാഗണെ കൊന്ന് വന്നിട്ട് നമുക്ക് നെതറൈറ്റൊക്കെ ആക്കാം. അതാ നല്ലത്. ഇനി ഇതങ്ങ് പൊട്ടിക്കാം. എന്നിട്ട് ഈ ട്രെയിലും അങ്ങ് പൊട്ടിക്കുക. ഇത് ഞാൻ മറ്റേ പിക്കാക്സ് കൊണ്ട് വൈൻ ചെയ്തപ്പോൾ ഒന്നായിട്ട് അടിയിലേക്ക് വരെ ഒഴിഞ്ഞത്. എന്നിട്ട് ഒന്ന് ഇറങ്ങി ഓടി. ലാസ്റ്റ് അതിനെ ഞാൻ തല്ലിക്കൊന്നു. ഈ മുകളിലേക്കൊക്കെ എങ്ങനെ കൊണ്ടുവരും ആരോടേക്കിന് പാർട്ടികളൊന്ന് ഓക്കെ. അവനങ്ങനെ ജോബ് എടുത്തേക്ക്. ഇപ്പം എന്തൊക്കെയാണ് തെറ്റണത്. ഞാനിനി ഇത് മെൻറ്റിങ് കിട്ടുമോ നോക്കട്ടെ. മെൻറ്റിങ് കിട്ടണ വരെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റി വെച്ച് കളിക്കണം. കുറേ പണിയെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് മെൻറ്റിങ് ആക്കിയിട്ട് വരാം. ലാസ്റ്റ് ഇതിങ്ങനെ പൊട്ടിച്ചും വെച്ച് കളിച്ച് ഞാനൊന്ന് ലോക്കൗട്ട് അടിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ പൊട്ടിച്ചിട്ട് മാറുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരോട് ഇരിക്കണം. ഇനി വേറെ വഴിയൊന്നുമില്ല. ഞാൻ വേറൊരു വില്ലേജറിനെ കൊണ്ടുവരാൻ പോവാണ്. അതാ പാർട്ടികൾ വരുന്നുണ്ട്, പക്ഷേ അവൻ ഒരേ സാധനം തന്നെ കാണിക്കുന്നു, മാറുന്നില്ല. ഞാൻ വേറെ വില്ലേജറിനെ കൊണ്ടുവന്ന് നോക്കാം. അതാ നല്ലതെന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് വെറുതെ ഇരട്ടിപ്പണിയാവും. ഓക്കെ, ഞാനങ്ങനെ വേറെ വില്ലേജറിനെ കൊണ്ടുവന്ന്. പക്ഷേ നേരത്തെ ഉണ്ടായിന് അതേ ചങ്ങായി തന്നെ മെൻറ്റിങ് തന്നു. കുറച്ച് കഴിഞ്ഞേരെ മാറാൻ തുടങ്ങി. അപ്പോൾ മെൻറ്റിങ് തന്ന് 36 എമറാൾഡിന്. അപ്പോൾ നമുക്ക് ട്രേഡ് ലോക്ക് ചെയ്യാം. അപ്പോൾ മെൻറ്റിങ് സെറ്റായിക്ക്. മറ്റവനെന്താ തരുന്ന നോക്കട്ടെ. ഞാൻ വേറെ വില്ലേജറിന് കൊണ്ടുവന്ന് ഓനെന്താ തരുന്ന നോക്കട്ടെ. അവനെന്താ ബുക്കൊക്കെ തരുന്നത്, അതൊക്കെ കടന്നാകട്ടെ. അതൊക്കെ ഞാൻ പിന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് മെൻറ്റിങ് കിട്ടിയേക്ക്. ഇനി അടുത്ത എപ്പിസോഡാകുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഈ ആർമറിലും ടൂൾസിലൊക്കെ ഇടണം. പിന്നെ കുറേ എമറാൾഡ് ഒപ്പിക്കണം. ഇവരൊക്കെ മറ്റേ എന്താ പറയുക, അയേൺ വെക്കുന്നതും ക്യാരറ്റും പൊട്ടാറ്റൊക്കെ വെക്കണ വില്ലേജസൊക്കെ ആക്കണം. എനിക്കൊരു ക്യാരറ്റും പൊട്ടാറ്റോൻ്റെ ഒക്കെ ഫാം ഉണ്ടാക്കണം. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ ഉണ്ടാക്കാം, സെറ്റാക്കാം. ടൈമുണ്ട് നമുക്ക്. അയേൺ വെക്കുന്ന ഇവനെല്ലാം തോന്നുന്നു. ബ്ലാക്ക് സ്മിത്ത് അല്ലേ, ബ്ലാക്ക് സ്മിത്ത് ആൻവിൽ വെച്ചാൽ സെറ്റാകുമോ? എന്താ ഞാൻ ഓഫ് ക്യാമറ സെറ്റ് ചെയ്തോണ്ട്. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഇറങ്ങുന്ന പെട്ടെന്ന് വരാൻ നോക്കാം, കാരണം സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് സീനാണ്. ടാറ്റ.